ഒരിക്കൽ മാത്രമേ ഡൽഹിയിൽ പോയിട്ടുള്ളൂ എങ്കിലും എഴുതിയാൽ തീരാത്ത കഥകളുടെയും പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുടെയും ഇടമാണ് ഡൽഹി എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ട് കൊതി തീരാതെയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഡൽഹിയിലെ ഗ്രാമങ്ങളിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. നഗരത്തിലാണെങ്കിൽ അനുഭവങ്ങളുടെയും കാഴ്ചകളുടെയും വർണ്ണക്കാഴ്ചകളും കണ്ണുനീർ കാഴ്ചകളും ഒരുപാടുണ്ടായിരുന്നു താനും. ആഡംബര കാഴ്ചകളേക്കാൾ എൻ്റെ കണ്ണുകൾ എപ്പോഴും ഉടക്കിയത് ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന മനുഷ്യക്കോലങ്ങളിലായിരുന്നു. കൊണാട്ട് പ്ലേസിൽ അലസമായി നടക്കുന്നതിനിടയിലാണ് ഞാൻ ആ ചെരുപ്പ് കുത്തിയെ കണ്ടത്. കൊണാട്ട് പ്ലേസിലെ വ്യാപാര സമുച്ചയത്തിലെ വരാന്തയിലെ കൂറ്റൻ ഇരട്ട തൂണുകളുടെ ചുവട്ടിലിരുന്ന് ആരൊക്കെയോ ഏൽപ്പിച്ചിട്ട് പോയ പഴയ ചെരുപ്പുകൾ നന്നാക്കുകയായിരുന്നു അയാൾ. വെറും നിർവികാരത മാത്രമാണ് അയാളുടെ മുഖത്തെനിക്ക് കാണാൻ കഴിഞ്ഞത്. തൂണുകളുടെ ചുവട്ടിൽ അടുക്കി വെച്ച ചെറിയ ചെരുപ്പ് പെട്ടികൾക്കും മുഷിഞ്ഞ പ്ലാസ്റ്റിക് ചാക്കുകെട്ടിനും മുന്നിലാണ് ആ മനുഷ്യൻ്റെ ഇരിപ്പ്. ഞാൻ അവിടെ നിന്നു. കാലിൽ ഇട്ടിരുന്ന ഷൂസുകൾ അഴിച്ച് പോളിഷ് ചെയ്യാനായി അയാളെ ഏൽപ്പിച്ചു. സാധാരണ അപരിചിതമായ സ്ഥലത്ത്, അതും ഭാഷ പോലും അറിയാത്തിടത്ത് ചെന്ന് എന്തെങ്കിലും വാങ്ങുമ്പോഴോ വില ചോദിക്കുമ്പോഴോ ഒക്കെ ജാഗ്രത പാലിക്കാറുണ്ട്. കാരണം ആ സ്ഥലത്തിന് നമ്മൾ അപരിചിതനാണെന്ന് കണ്ടാൽ നമ്മളെ കെണിയിൽപ്പെടുത്താൻ പലപ്പോഴും തദ്ദേശീയർ ശ്രമിക്കും. വില ചോദിച്ചാൽ പോലും അവർ ചോദിക്കുന്ന വില കൊടുത്ത് ആ സാധനം വാങ്ങാതെ നമുക്ക് അവിടെ നിന്ന് പോരാൻ കഴിഞ്ഞു എന്നും വരില്ല. ചുറ്റുവട്ടത്തുള്ള കച്ചവടക്കാരും വിൽപ്പനക്കാരൻ്റെ കൂട്ടാളികളും ചേർന്ന് കയ്യേറ്റം ചെയ്യുമെന്ന അവസ്ഥയിൽ എത്തിച്ച് ചോദിക്കുന്ന പണം പിടിച്ചു വാങ്ങിയെന്നും ഇരിക്കും. എന്നാൽ തൂണിൽ ചാരിയിരുന്ന് ചെരുപ്പ് നന്നാക്കുന്ന ആ മനുഷ്യനോട് വില പേശാൻ എന്തുകൊണ്ടോ എനിക്ക് മനസ്സ് വന്നില്ല. ചെരുപ്പ് അഴിച്ചു കൊടുത്തതും അയാൾ എന്നെ ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് അടുത്തുള്ള ചായക്കടയിലേക്ക് പോയി ഒരു ചായ വാങ്ങി തിരികെ വന്നിരുന്ന് തൻ്റെ ജോലിയിൽ മുഴുകി. അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ അയാളോട് വർത്തമാനം തുടങ്ങി. ദിലീപ് കുമാർ എന്നാണ് അയാളുടെ പേര്. ഡൽഹിയിലെ പഹാഡ്ഗഞ്ചിലാണ് വീട്. 10ാം വയസ്സിൽ ഈ തൊഴിലിന് ഇറങ്ങിയതാണ് ദിലീപ് കുമാർ. കഴിഞ്ഞ 35 വർഷങ്ങളായി ചെരുപ്പുകൾ നന്നാക്കിക്കൊണ്ട് കൊണാട്ട് പ്ലേസിലുണ്ട്. ഇപ്പോഴയാൾക്ക് 45 വയസ്സായി. അയാളുടെ പിതാവിനും ഇതുതന്നെയായിരുന്നു തൊഴിൽ. പിതാവിൻ്റെ പാത പിന്തുടർന്നാണ് 4ാം ക്ലാസ്സിൽ പഠിത്തം അവസാനിപ്പിച്ച് ജീവിക്കാനായി ഈ തൊഴിലുമായി ദിലീപ് കുമാർ കൊണാട്ട് പ്ലേസിലെത്തിയത്. ഇതിനിടയിൽ വിവാഹം കഴിഞ്ഞു. 2 ആൺകുട്ടികളുടെ അച്ഛനുമായി. മക്കളിൽ ഒരാൾ കമ്പ്യൂട്ടർ കോഴ്സ് പൂർത്തിയാക്കി, മറ്റേയാൾ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഒരു ദിവസം രാവിലെ മുതൽ അന്തി മയങ്ങുവോളം ഇവിടെ ഇരുന്ന് ചെരുപ്പ് നന്നാക്കിയാൽ ഇയാൾക്ക് കിട്ടുന്നത് 400-500 രൂപയാണ്. ചില ദിവസങ്ങളിൽ അത് 100 രൂപയായി ചുരുങ്ങും. ഈ പണം കൊണ്ടാണ് ഇത്രയും കൊല്ലം അയാൾ കുടുംബം പുലർത്തിയതും മക്കളെ പഠിപ്പിച്ചതുമൊക്കെ. ജീവിതത്തിൽ എന്താണ് ആഗ്രഹം എന്ന എൻ്റെ ചോദ്യത്തിന് 45 വയസ്സായില്ലേ, ഇനിയിപ്പോൾ എന്താഗ്രഹം എന്ന നിസ്സഹായതയോടെയുള്ള മറുചോദ്യമായിരുന്നു മറുപടി. 70 രൂപ കൂലി ചോദിച്ച ദിലീപ് കുമാറിന് പേഴ്സിൽ തിരഞ്ഞു കിട്ടിയ 120 രൂപ കൊടുത്ത് ഞാൻ എഴുന്നേറ്റ് തിരികെ നടന്നു. പിന്തിരിഞ്ഞു നോക്കാൻ മനസ്സ് വന്നില്ല. കാരണം ചില കാഴ്ചകൾ അങ്ങനെയാണ്. കാരണമില്ലാതെയാണെങ്കിലും മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇതിലും കഷ്ടപ്പെട്ട് ആൾക്കാർ ജീവിക്കുന്നില്ലേ എന്ന്. സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നവരുടെയും ഭിക്ഷ തെണ്ടുന്നവരുടെയും ഒക്കെ ജീവിതം തെളിവുകളായി കാണിച്ച് നിങ്ങൾക്കെന്നെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഞാൻ ചിന്തിച്ചത് എന്നെയും സമപ്രായക്കാരനായ ദിലീപ് കുമാറിനെയും കുറിച്ചാണ്. അയാൾക്കും എൻ്റെ അതേ പ്രായമാണ്. 35 വർഷങ്ങൾ ഒരേ ഇടത്തിരുന്ന് ഒരു തൊഴിൽ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഞാൻ നല്ല ഭക്ഷണം കഴിക്കാറുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്, എനിക്ക് നല്ല വസ്ത്രങ്ങളും ചെരുപ്പുകളും വാച്ചുകളുമുണ്ട്. 10ാം വയസ്സിൽ പഠിത്തം മതിയാക്കി അയാൾ പിതാവിനോടൊപ്പം ചെരുപ്പ് നന്നാക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ സർവ്വവിധ സുഖ സൗകര്യങ്ങളോടും കൂടി സ്കൂളിൽ പോകുകയായിരുന്നു. അയാൾ കിട്ടുന്നത് എന്തെങ്കിലും തിന്ന് അരവയർ നിറയ്ക്കുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ ഞാൻ മിച്ചം വന്നത് പാത്രത്തിലിട്ടിട്ട് എഴുന്നേറ്റ് പോകുകയായിരുന്നു. ഞാൻ ഉല്ലാസയാത്രകളും വിദേശയാത്രകളും പോയപ്പോൾ അയാളുടെ ജീവിതം ഈ കെട്ടിടത്തിൻ്റെ വരാന്തയിലെ തൂണുകൾക്കരികിൽ തന്നെയായിരുന്നു. ചിലപ്പോഴെങ്കിലും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി 400-500 രൂപ മുടക്കുന്ന എന്നെക്കുറിച്ചോർത്ത് എനിക്ക് പുച്ഛം തോന്നി. ഒരു ദിവസം രാപ്പകൽ പണിയെടുത്താൽ അയാൾക്ക് കിട്ടുന്നത് 400-500 രൂപയാണെന്ന് ഓർക്കണം. ജീവിതം ഇങ്ങനെയാണ്. ചില പാഠങ്ങൾ പഠിക്കാനായി മറ്റു ചില ജീവിതങ്ങൾ തന്നെ പാഠമാക്കേണ്ടി വരും.